മൂന്നാമതും പിണറായി വന്നാൽ കേരളം കണ്ട മഹാദുരന്തമായി അത് മാറുമെന്നാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണത്തിലേറുമ്പോൾ 10 വർഷം മുന്നേ ഭരണത്തിൽ വരുന്ന സമയത്ത് ജനകീയനായിരുന്നു, ഇപ്പം എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് ജനങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് ആന്റണി പറയുന്നത്. അപ്പം എൻ്റെ ചോദ്യം, ആന്റണിയുടെ ഭരണം എങ്ങനെയായിരുന്നു? ഗംഭീരമായിരുന്നു. ശരിക്കും പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം ആഗ്രഹിച്ച ഒരു ഭരണം വേറെ ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിൽ അങ്ങനെ ഒരാൾ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകണമെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ആഗ്രഹിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ AK ആന്റണി ആയിരുന്നു. അത്രത്തോളം ഗംഭീരമായ ഒരു ഭരണം കാഴ്ചവെച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെ അത്രയും ഗംഭീരമായ ഭരണമായിരുന്നു പിന്നെ AK ആന്റണിയുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ 2 ഭരണപരിഷ്കാരങ്ങൾ കാരണം ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും അതിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അന്ന് ചാരായം നിരോധിക്കുക എന്ന് പറയുന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു തീരുമാനമായിരുന്നു ചാരായ നിരോധനം എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളും കള്ളു കുടിച്ചും ചാരായം കുടിച്ചും നശിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ചാരായം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി കാലത്ത് ലിക്കർ ഷോപ്പുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചാരായം എന്ന് പറയുന്ന ഒരു സാധനം നിരോധിക്കുന്നു. പട്ടഷാപ്പുകൾ, പണ്ട് ഈ കള്ള് ഷാപ്പിന് പകരം ചാരായ ഷാപ്പുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചാരായ ഷാപ്പുകൾക്ക് പിടി വീണു. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് പിടി വീണു. പട്ടക്കമ്പനികൾ അടച്ചുപൂട്ടി. അവിടെയുള്ള തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ടായി. വലിയ വിവാദങ്ങളൊക്കെ എത്തിയ കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1-ാം തീയതി ബാറ് ഡ്രൈ ഡേ ആക്കുക എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം തീയതി എല്ലാവർക്കും ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഈ ആൾക്കാരെല്ലാം നേരെ പൈസയായിട്ട് പോയി നേരെ ബാറിലും ഒക്കെ പോയിട്ട്, അന്ന് ലിക്കർ ഷോപ്പും ഒക്കെ, അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കള്ള് കുടിച്ച് ശമ്പളം മുഴുവൻ തീർക്കും. അപ്പോൾ അതുകൊണ്ട് 1-ാം തീയതി ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരുപാട് പരിശ്രമിച്ച് സ്ത്രീകളുടെ കയ്യടി മേടിച്ച ഒരു നേതാവ് തന്നെയാണ്. കാര്യം ഇതാണ് ഏറ്റവും മികച്ച ഭരണപരിഷ്കാരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരോട്, അവിടുത്തെ ബാക്കി തൊഴിലാളികളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കാൻ ശീലിക്കണം എന്ന് പറഞ്ഞ ഒരു നേതാവാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഈ മിമിക്രിക്കാർ, എനിക്ക് തോന്നുന്നു വളരെ പ്രഗത്ഭരായ മിമിക്രിക്കാർ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ AK ആന്റണി കാലത്ത് ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു പ്രസ്താവന ഷോകളിലൊക്കെ AK ആന്റണി അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും ഈ 5 പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താ വെച്ചാൽ സർക്കാരിന് പണമില്ല ഒന്നിനും. ഇവിടെ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ? അല്ല, പിന്നെ AK ആന്റണിയുടെ കാലഘട്ടത്തിൽ ഇല്ല. അങ്ങനെ ഇവിടെ ജനങ്ങൾക്ക് ഗുണകരമായ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. AK ആന്റണി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? AK ആന്റണി പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് സ്വന്തം നിലനിൽപ്പാണ്. അതായത് AK ആന്റണി ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ AK ആന്റണിക്ക് എപ്പോഴും വിവാദങ്ങൾക്ക് അതീതനായി നിലകൊള്ളണം. എനിക്ക് തോന്നുന്നു ഏറ്റവും പോഴന്മാരായ മുഖ്യമന്ത്രിമാരിൽ, അല്ലെങ്കിൽ ഏറ്റവും പോഴൻ ആയ മുഖ്യമന്ത്രിയാണ് ശരിക്കും ഈ പറയുന്ന AK ആന്റണി. ഒരു ഗുണം ഉണ്ടായിട്ടില്ല. തനിക്ക് വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. തനിക്ക് ഒരു പ്രോജക്റ്റും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഞാനൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ആരോപണങ്ങളുണ്ടാവും, സമരങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റ് നമുക്കിപ്പോൾ അതിന് ഉദാഹരിക്കാം. കരുണാകരനൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അത് വിഴിഞ്ഞം പിന്നെ പോർട്ടിൻ്റെ ഒരു ഗുണം സ്വാഭാവിക പോർട്ടാണ്. മീൻസ് അവിടെ വിഴിഞ്ഞത്ത് സ്വാഭാവികമായ ഒരു പോർട്ടിനനുസരിച്ചുള്ള ഒരു ആഴമുള്ള ഒരു പ്രദേശമാണ്. പണ്ട് കാലം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാണ്. AK കാലഘട്ടത്തിൽ ഇത് എഴഞ്ഞു എന്ന് മാത്രമല്ല, നീങ്ങിയിട്ടേ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഇത് നമുക്ക് ഓരോ കരുണാകരൻ ഗംഭീര മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ EK നയനാർ ഗംഭീര മുഖ്യമന്ത്രിയായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പം പറയാനില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയാലും എന്തെങ്കിലും കുഴപ്പം പറയാനുണ്ടോ? ഇങ്ങോട്ട് വന്ന് പിണറായി വിജയൻ്റെ 10 വർഷം പൂർത്തിയാവാൻ പോകുന്നു. ഇത്രയും മുഖ്യമന്ത്രിമാർ, ശങ്കർ, അച്യുതമേനോൻ, ഇവരൊക്കെ ഭരിച്ചാണ് നമ്മുടെ കേരളം. അപ്പം ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വിലയില്ലാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് AK ആന്റണിയാണെന്ന് പറയേണ്ടി വരും. ഒരു മെഗാ പ്രോജക്റ്റ് അല്ലെങ്കിൽ വലിയൊരു പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുക. ഉടനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമാണ് വിവാദങ്ങൾ ഉണ്ടാകും. ആ വിവാദങ്ങളെ പോലും നേരിടാനുള്ള ധൈര്യമില്ലാത്ത ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് AK ആന്റണി. അങ്ങനെ തന്നെ പറയേണ്ടി വരും.
ഇവിടെ വിഴിഞ്ഞം പോർട്ട്, ഞാൻ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം പോർട്ട്, ഇവിടെ സർക്കാരിന് ഏതെല്ലാം പ്രതിസന്ധികളെ മറികടക്കേണ്ടി വന്നു. അവിടെ അതിരൂപതക്കാരുടെ സമരമുണ്ടായിരുന്നു, അതിനെ സർക്കാർ മറികടന്നു. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ആ വിഴിഞ്ഞത്ത് നടന്നത്. അതിനെ തുടർന്നിട്ട് പ്രതിപക്ഷം, ഇന്നത്തെ നമ്മുടെ VD സതീശനും ഈ പറയുന്ന നമ്മുടെ K സുധാകരനും രമ്യ ഹരിദാസും ഒക്കെ പാട്ടൊക്കെ പാടിയിരുന്നു അവിടെ വന്നിരുന്നിട്ട് തിരുവനന്തപുരത്ത്. അത് നടപ്പിലാക്കരുത്, വിഴിഞ്ഞം പ്രോജക്റ്റ് ആക്കരുതെന്നും അവിടുത്തെ അതിരൂപതയോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ വികസനത്തിന് തുരങ്കം വെച്ചവരാണ് അല്ലേ. അതാണ് UDF ചെയ്തത്. ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടും ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു? ഇടതുപക്ഷ സർക്കാർ അതിനെ ശക്തമായി നേരിട്ടു. ആ സമരത്തെ നേരിട്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ്, വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി കാണിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ, അവിടെയും സമരം നേരിട്ടുണ്ട്. വെട്ടുക്കിളി വയൽക്കിളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമരം ചെയ്തു. അതിനെല്ലാം എന്ത് ചെയ്തു? അതിനെല്ലാം മറികടന്നുകൊണ്ട് അവിടെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ നടപ്പിലാക്കി. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ വയനാട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് സർക്കാർ കോടതിയിൽ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് ഒടുവിൽ കോടതി പറഞ്ഞ തുകയും കെട്ടിവെച്ചിട്ട് അവിടെ വീട് ടൗൺഷിപ്പ് നടത്തി. അതിൻ്റെ ഒന്നാം ഘട്ടത്തിന് ഉദ്ഘാടനം കഴിയുന്നു. ഇനി തുരങ്കപാത, അതിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ നീക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ തുരങ്കപാതയ്ക്ക് വേണ്ടി സ്ഥലമേറ്റെടുപ്പ് വരെ പൂർത്തിയായി, പാറപൊട്ടിക്കൽ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഓരോ പ്രോജക്റ്റുകളും ഇവിടെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് പലപ്പോഴും ഓരോ സർക്കാരിനും ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതത്ര ഈസി ആയിരുന്നില്ല പലപ്പോഴും. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാർ ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങുമ്പോൾ സ്വാഭാവികമാണ് പ്രതിപക്ഷം എതിർക്കും. ആ പ്രതിപക്ഷത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ മന്ത്രിമാർ, അല്ലെങ്കിൽ യഥാർത്ഥ മന്ത്രിസഭ എന്ന് പറയേണ്ടി വരും, യഥാർത്ഥ സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ AK ആന്റണി അതല്ല ചെയ്തത്. തനിക്കെതിരെ അഴിമതി ആരോപണം വരുമെന്നും തനിക്കെതിരായി വിവാദങ്ങൾ ഉയർന്നു വരുമെന്നും തനിക്കെതിരെ സമരങ്ങളുണ്ടാകും എന്നുള്ള ഭയം കൊണ്ട് ഈ പറയുന്ന പല വികസന പദ്ധതികളും മരവിപ്പിച്ച ഒരു നേതാവാണ് AK ആന്റണി. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് കേരളത്തിന് എന്താ ലാഭം? ഇവിടെ ഇത്തരത്തിലുള്ള എതിർപ്പുകളെല്ലാം അതിജീവിച്ചവർ തന്നെയാണ് K കരുണാകരനാണെങ്കിൽ തന്നെ. എന്നിട്ട് ഈ പറയുന്ന AK ആന്റണി എന്താ ചെയ്തത്? AK ആന്റണി എന്ന ഏറ്റവും വലിയ ക്രൂക്കഡായിട്ടുള്ള ബുദ്ധിശാലിയാണ്, ഏറ്റവും ക്രൂക്കഡാണ് അദ്ദേഹം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് K കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നത്? ആലോചിച്ച് നോക്കണം. എന്നാൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാണം കെട്ട കളികൾ അങ്ങേയറ്റം കളിച്ച ഒരു നേതാവാണ്. ഈ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടെ ഒരു കാലത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് K കരുണാകരൻ എന്ന് പറയുന്ന വടവൃക്ഷത്തെ വെട്ടി താഴെയിട്ടത് അല്ലേ? അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ട്, AK ആന്റണിക്ക് പങ്കുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിച്ചതിനകത്തും AK ആന്റണിക്ക് പങ്കുണ്ട്. എന്താണ് A ഗ്രൂപ്പ്? ആന്റണി കോൺഗ്രസ് ആണ്, ആന്റണിയുടെ കോൺഗ്രസ് ഗ്രൂപ്പാണ്. അങ്ങനെ A ഗ്രൂപ്പും I ഗ്രൂപ്പും രണ്ടായി. അങ്ങനെ കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാൻ കൂട്ടുന്ന ഒരാളാണ് ആര്? AK ആന്റണി. എന്നിട്ട് ഇത് കൂട്ടുന്നതുകൊണ്ടാണ് ചാരക്കേസ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചാരക്കേസ് ഇവിടെ ഉണ്ടാക്കി ഈ പറയുന്ന K കരുണാകരൻ എന്ന് പറയുന്ന ഒരാളെ താഴെയിറക്കി. അതിനകത്ത് ഒരു ചേമ്പിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനെ കുരുതി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ഇവിടെ മറിയ റഷീദ എന്ന് പറയുന്നത് മാലി നിങ്ങണ്ട് വന്ന ഒരു സ്ത്രീ അവരുടെ വിസ കാലാവധി നീട്ടാൻ വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്തു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അവരന്ന് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ SPക്ക് അവർ വഴങ്ങിക്കൊടുത്തില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിന് ഇവരെ ചാരക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറിയ റഷീദ, പിന്നെ കുറേ പേരുകളുണ്ട്, അതിലെല്ലാം കൂട്ടുന്നുകൊണ്ട് ചാരക്കേസ് ഉയർത്തിക്കൊണ്ട് ഒരു പത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ ആ പത്രം എഴുതാവുന്നിടത്തോളം കാര്യങ്ങൾ എഴുതി ഏറ്റവും അവസാനം രാജിവെക്കുന്ന K കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതൊക്കെയാണ് അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അങ്ങനെ K കരുണാകരൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായി മാറി, കേരള രാഷ്ട്രീയത്തിലില്ല. പിന്നെ ഉമ്മൻചാണ്ടി കയറി വന്നു. എന്നിട്ട് ഇതേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നു. എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് അതിൽ പരാജയപ്പെട്ടു പാർട്ടി, UDF പരാജയപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭീരുവായ AK ആന്റണി അന്ന് രാജിവെച്ച് പുറത്തുപോയി. അപ്പം ജനങ്ങളോട് എന്താണ് ഉത്തരവാദിത്വം ഉള്ളത് AK ആന്റണിക്ക്? ഇവിടെ എന്തിനാണ്? ഇവിടെ നോക്കിക്കോളൂ, പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം 2 തവണയും 2019 നടന്ന തെരഞ്ഞെടുപ്പിലും 2024 നടന്ന തെരഞ്ഞെടുപ്പിലും LDF നിർദ്ദയം പരാജയപ്പെട്ടു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ഒറ്റ സീറ്റ് മാത്രം കിട്ടി, രണ്ടാമത്തെ തവണ ഒരു സീറ്റ് മാത്രം. 2019 ഒരു സീറ്റാണ്, 2024 ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ ഇടതുപക്ഷത്തിന്. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് UDF സമരം ചെയ്തു. എന്നിട്ട് മുഖ്യമന്ത്രി രാജിവെച്ചോ? ഇല്ല. കാരണം എന്താ? മുഖ്യമന്ത്രി ഇവിടെ ലോക്സഭയിലേക്ക് പാർട്ടി മെമ്പർമാരെ വിടാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി.
മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് സംസ്ഥാനത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ചില കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ടെന്നേ. അത് നിറവേറ്റണം. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പോയാൽ മുഖ്യമന്ത്രി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രോജക്റ്റുകളൊക്കെ ആര് കൊണ്ടൊന്ന് തീർപ്പാക്കും? പകരം മുഖ്യമന്ത്രി രാജിവെച്ച പിന്നെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല വി ഡി സതീശനെ വന്നിരുന്ന് ശരിയാക്കി വിടുവോ? ഞങ്ങൾക്ക് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല, സത്യം പറയാമല്ലോ, അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഈ ആന്റണി ചെയ്ത് എന്താ, അങ്ങനെ ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയ ജനങ്ങളെ തെരുവിലിട്ട് ആട്ടുന്ന രീതിയിൽ രാജിവെച്ച് പുറത്തുപോയി. ഭീരു എന്ന് തന്നെ വിളിക്കും. കേരള രാഷ്ട്രീയത്തിൽ എന്നും കുന്നും വിളിക്കാൻ പറ്റുന്ന ആന്റണിക്ക് ചേരുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, രാഷ്ട്രീയ ഭീരുത്വം. അതാണ് ആന്റണി എന്ന് പറയുന്ന നേതാവ്. അല്ലാതെ കാരണം എനിക്ക് എൻ്റെ പ്രതിച്ഛായ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം, അഴിമതിക്കരയിൽ വിവാദമൊന്നും എൻ്റെ പേരിൽ പാടില്ല. ഇത് ആന്റണി എന്നും കുന്നും പുലർത്തിക്കൊണ്ടുപോയത്. കേന്ദ്രമന്ത്രി ആയിരുന്നു നീ രണ്ട് തവണ. എന്നിട്ട് അവിടെ ഒരു കുംഭകോണം ഉണ്ടായപ്പോൾ അവിടുന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നു. പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നു ആന്റണി. ഇത്രയൊക്കെ കിട്ടിയാൽ പോരെ? എന്നിട്ട് കേരളത്തിന് ഈ പ്രതിരോധ വകുപ്പിലും ഇവിടെയൊക്കെ ഇരുന്നിട്ട് കേരളത്തിന് എന്താ ഉണ്ടായത്? എനിക്കൊന്ന് ആന്റണിയുടെ സമയത്താണ് ലെഫ്റ്റനന്റ് കേണൽ പദവി കണ്ട് മോഹൻലാലിന് കിട്ടിയെന്ന് തോന്നുന്നു. അത് മാത്രമാണ് ആകെപ്പാടെ കിട്ടിയ ഒരു ബെനിഫിറ്റ് കേരളത്തിന് കിട്ടി. അല്ല, എന്താണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഈ രീതിയിൽ പറയുക വളരെ മോശമാണെന്ന്. ഇനി ഒരു വട്ടം കൂടെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നാൽ കേരളം അങ്ങ് തകർന്ന് തരിപ്പണമായി പോകുന്നു. കോൺഗ്രസ്സുകാർ വരുന്നതാണ് പ്രശ്നം. ഉമ്മൻചാണ്ടി ഇരുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അഴിമതി കഥകളാണ് ഇവിടെ പുറത്തേക്ക് വന്നത്. ഇതൊക്കെ എന്താ പിന്നെ ആന്റണി കണ്ടില്ലേ? സ്വന്തം മോൻ ഇറങ്ങിയിട്ട് പിന്നെ കൃപാസനം വഴി BJP-യിലോട്ട് പോയത് കണ്ടില്ലേ? ഇതുവരെ കണ്ടിട്ടില്ല. സ്വന്തം മോനെ BJP-ക്കാർക്ക് സംഭാവന ചെയ്തിട്ടാണ് വന്ന് ഇവിടെ ഡയലോഗ് അടിക്കുന്നത്. സ്വന്തം ഭാര്യ എലിസബത്ത് അവിടെ പിന്നെ പുള്ളിക്കാരെ അവിടെ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മോൻ BJP പോയതിനെക്കുറിച്ചും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുക. ആ മനുഷ്യൻ നാണമുണ്ടോ ഈ വന്നിട്ട് ഈ മാധ്യമങ്ങളെ കാണാൻ? സത്യത്തിൽ നാണമുണ്ടോ? ഈ പറയുന്ന ആള് ഈ പുള്ളിയുടെ ഭരണ നേട്ടത്തിലൊന്നുണ്ട്. നമ്മുടെ പിന്നെ ഇവിടെ മുത്തങ്ങയിൽ പോയിട്ട് അവിടെ പാവപ്പെട്ട കുടില് കത്തിച്ച് ജോഗി എന്ന് പറഞ്ഞൊരു പിന്നെ ആദിവാസി യുവാവിനെ കൊന്നു. ആരുടെ ഭരണകാലത്തെ നേട്ടമാ? ഇവിടെ പിന്നെ നമ്മുടെ നമുക്കറിയാം ശിവഗിരി മഠത്തില് സ്വാമിമാരെ എല്ലാം കൂടെ കയറി പെരുമാറി. ഈ വിവാദം ഉയർന്നു വന്നു. ഏതാ നമ്മുടെ CK ജാനു അസോസിയേറ്റ് അംഗമായിട്ട് പുള്ളിക്കാരുടെ JRP എന്ന് പറയുന്ന പാർട്ടി ജോയിൻ ചെയ്ത സമയത്ത് ഇത് വിവാദമായിട്ട് വന്നു. അന്ന് മാധ്യമങ്ങളെ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു നാണമില്ലാതെ. എന്നിട്ട് പറയണേ ഞാൻ വീണ്ടും വന്ന് പറയാം, വയ്യ വീണ്ടും ഞാൻ വന്ന് പറയാം. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, ഞാൻ അതിൽ ഖേദിക്കുന്നു. അവിടെ ശിവഗിരി മഠത്തിനകത്ത് പോലീസിനെ കയറ്റിയ ഒരാളാണ് ഈ ആന്റണി. ഇതൊക്കെയാണ് വലിയ ഭരണ നേട്ടമായിട്ട് നമ്മൾ ആന്റണിയെ കാണേണ്ടത്. ശിവഗിരി മഠത്തിൽ അവിടെ സ്വാമിമാർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആൾക്കാരെ കയറ്റുന്നു. അവിടെ ഒരു ഇന്റേണൽ ഇഷ്യൂ ഉണ്ടായാൽ അത് തീർക്കാൻ അവർക്കറിയാം. പോലീസിനെ കയറ്റി അവിടെ അടിച്ച് ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ആന്റണി എന്ന് പറയുന്ന ഒരാളുടെ ഭരണപരിഷ്കാരങ്ങൾ. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങി പോയാൽ മതിയല്ലോ. രാജി പ്രഖ്യാപിക്കുക, ഇറങ്ങി പോവുക, പിന്നെ മറുപടി പറയണ്ട. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇവിടെ കേരളത്തിൽ വന്ന് അന്ന് പുള്ളി കേന്ദ്രത്തിലാണ്, ഇവിടെ വന്ന് ഇന്നുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഇതുപോലെ അഴിമതി നിറഞ്ഞൊരു ഭരണമാണ് ഉമ്മൻചാണ്ടിയുടെ എന്ന്. ഇവിടെ ഒന്ന് പറഞ്ഞ ഒരാളാണ് ഈ പറഞ്ഞ ആന്റണി. അപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൻ്റെ പിന്നെ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ എഴുതി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരിക്കൽ പോലും ഗുഡ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്ന പേര് എപ്പോഴും ആന്റണിയുടെ തന്നെയാണ്. കേരളത്തിന് ഒരു ഗുണവും വരുത്താത്ത ഒരു മുഖ്യമന്ത്രി. കാരണം തൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കും ഏതെങ്കിലും ഒരു വികസന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാൽ എന്ന് ഭയന്നുകൊണ്ടിരുന്ന അതീവ ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ പേര് പിന്നെ ആന്റണിക്ക് മാത്രമേ അത് ചേരത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടാണ് ഇപ്പം പിണറായി വിജയനെ കുറ്റം പറയുന്നത്. വല്ലാത്ത കഷ്ടം തന്നെ. ആദ്യം പോയി സ്വന്തം മകനെ നേരെ വളർത്താൻ പഠിക്കട്ടെ ആന്റണി എന്ന് പറയുന്ന നേതാവ്.